ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു മുട്ടയാണ്. നമുക്കറിയാം മുട്ട ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇതിന് വൈറ്റ് ആണ്, മുട്ട വെള്ളയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ മുട്ട വെള്ളയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. മുട്ട വെള്ളം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റാനും അതേപോലെ കറുത്ത പാടുകളുണ്ടെങ്കിൽ മാറാനും ചിലരുടെ മൂക്കിൻ്റെ സൈഡുകളിൽ 2 സൈഡിലും കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ലീഫിനുള്ളിലെ അലോവേര ജെല്ല് ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇല്ല എങ്കിൽ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് എടുത്താൽ മതി. ഇത് നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണ തേക്കുക. 30 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൻ്റെ സ്കിന്നൊക്കെ ഇടിഞ്ഞു തൂങ്ങാനും അതേപോലെ തന്നെ നന്നായിട്ട് ചുളികളൊക്കെ വീഴാനും തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് മാസ്ക് സഹായിക്കും. നിങ്ങൾ ഇത് ആഴ്ചയിൽ 3 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും അതേപോലെ ചുളികൾ മാറി റിങ്കിൾസൊക്കെ മാറി നല്ല ഹെൽത്തി ആക്കി വെക്കാനും സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. നിങ്ങളുടെ സ്കിൻ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾക്ക് നന്നായിട്ട് സഹായകരമാകും. കാരണം ഡ്രൈ സ്കിന്നുള്ളവർക്ക് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടെക്നിക്കാണിത്. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി, നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. സൺ ടാൻ മാറ്റാനും ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുക. എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫേസിലെ കുരുക്കളൊക്കെ എപ്പോഴും വരുന്ന ഒരു ഫേസ് ആണെങ്കിൽ കുരുവൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കും. ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് എപ്പോഴും നല്ല ഹെൽത്തി ആക്കിയും മോയ്സ്ചറൈസ് ചെയ്തും വെക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 15 to 20 മിനിറ്റ്സ് വയ്ക്കുക. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് കയ്യിലൊക്കെ തേക്കാം. വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല. കയ്യിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഇത് സഹായിക്കും. അപ്പം നന്നായിട്ട് കയ്യിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചിലരുടെ കൈ മുട്ടിനൊക്കെ ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ് ആണ്. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്യാം. ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകൾ അതേപോലെ തന്നെ കറുത്ത പാടുകൾ പിന്നെ മൂക്കിൻ്റെ സൈഡുകളിൽ ചിലർക്ക് നല്ല കറുത്ത പാടുകൾ ഉണ്ടാവും അല്ലേ. അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അതേപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Bye.